ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആനി ഡില്ലാർഡിൻ്റെ അതായത് സിഗ്നേച്ചേഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂൾ അതിൽ സെക്കൻഡ് ലെസൺ ആനി ഡില്ലാർഡിൻ്റെ പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പറയാണ്. അത് തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ വൺ വേർഡ് ഓർ ഫ്രേസ്. വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സ്കിമാറ്റിക് ഡയഗ്രാം? അപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞല്ലോ വാട്ടർ ബഗ്ഗിനെ പറ്റിയാണ് നമ്മൾ അതിൽ പറയുന്നത്. അതേപോലെ തന്നെ വാട്ടർ ബഗ് പിടിക്കുന്ന ഒരു തവളയെ പറ്റിയും. അപ്പോൾ എന്തിനെയാണ് ഈ വെള്ളത്തിൽ കണ്ടിരിക്കുന്ന രൂപത്തെ ഒരു സ്കിമാറ്റിക് ഡയഗ്രാം വരച്ചു വെച്ചതുപോലെ, ഒരു ഡയഗ്രാം വരച്ചതുപോലെ എന്നാണ് എന്തിനെയാണ് കാണപ്പെട്ടത് എന്ന്. ആൻസർ ദ ഫ്രോഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാഡ് അറ്റാക്ക്ഡ് ദ ഫ്രോഗ്? എന്തായിരുന്നു ഈ തവളയെ ആക്രമിച്ചത്? എ ജയൻറ്റ് വാട്ടർ ബഗ്, വലിയൊരു ജലജീവി. അതാണ് എ ജയൻറ്റ് വാട്ടർ ബഗ്, അതാണ് അതിൻ്റെ ആൻസർ. വാട്ടർ ബഗ്. ബഗ് എന്ന് പറഞ്ഞാൽ നീരൂറ്റി കുടിക്കുന്ന, ചാറൂറ്റി കുടിക്കുന്ന ഒരു ഷഡ്പദവർഗ പ്രാണി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ എ ജയൻറ്റ് വാട്ടർ ബഗ്, വലിയൊരു ജലജീവി, ജലത്തിൽ ജീവിക്കുന്ന ഒരു പ്രാണി എന്നാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ദേവൂസ് അബ്സ്കോണ്ടിറ്റസ്? ദേവൂസ് അബ്സ്കോണ്ടിറ്റസ് ലാറ്റിൻ പദമാണ്. ആ ദേവൂസ് അബ്സ്കോണ്ടിറ്റസ് എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഹിഡൻ ഗോഡ്. അതാണ് ഹിഡൻ ഗോഡ്. അപ്പം ബ്ലേസ് പാസ്കൽ ഇങ്ങനെ പറഞ്ഞു, ദേവൂസ് അബ്സ്കോണ്ടിറ്റസ് ആണ്, ഒളിഞ്ഞിരിക്കുന്ന ദൈവമാണ്. അതാണ് ഹിഡൻ ഗോഡ്. ഹൂ മെയ്ഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗോഡ് ഈസ് സട്ടിൽ ബട്ട് നോട്ട് മാലീഷ്യസ്? ആരാണ് ഈ പ്രസ്താവന അല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ വഴികൾ സങ്കീർണമായിരിക്കാം, ദൈവത്തെ കാണാൻ കഴിയില്ലായിരിക്കാം, വളരെ സീക്രട്ടാണ്, സട്ടിലാണ്, ബട്ട് നോട്ട് മാലീഷ്യസ്, എന്നാൽ ദൈവം ക്രൂരനല്ല. ഇതാരാണ് പറഞ്ഞിരിക്കുന്നത്? ഐൻസ്റ്റീൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ. നമ്മൾ ഐൻസ്റ്റീൻ എന്നാണ് ഷോർട്ടായിട്ട് തന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തിങ്കസ് ദൗ ഐ മെയ്ഡ് ദം ഇൻ ജസ്റ്റ്? ഇത് നമ്മളെ ലെസണിലെ ഒരു ഭാഗം, അതിലൊരു കോട്ടിംഗ് ആണ്. ഈസ് എ ലൈൻ ഫ്രം. ഞാനിതെല്ലാം തമാശന് ഉണ്ടാക്കിയതാണോ? അതായത് ഈ ഭൂമിയെയും സ്വർഗത്തെയും അതിനിടയിലുള്ള ജീവികളെയും ഒക്കെ ഞാൻ തമാശന് ഉണ്ടാക്കിയതാണോ? ഇങ്ങനെ പറയണ്ടല്ലോ. ഡു യു തിങ്ക് ഐ മെയ്ഡ് ദ ഹെവൻ ആൻഡ് ദ എർത്ത് ആൻഡ് ഓൾ ഇൻ ബിറ്റ്വീൻ ഇൻ ജസ്റ്റ്? അങ്ങനെ ചോദിച്ചു. ഇത് എവിടെ നിന്ന് എടുത്തതാണെന്ന് ചോദ്യം. തിങ്കസ് ദൗ ഐ മെയ്ഡ് ദം ഇൻ ജസ്റ്റ്. ദൗ എന്ന് പറഞ്ഞാൽ യു അല്ലേ, ആർക്കേക്ക്, ഇപ്പം പ്രയോഗത്തിലില്ലാത്ത ഇംഗ്ലീഷ് പദമാണ് ദൗ എന്ന് പറഞ്ഞാൽ യു. യു തിങ്ക് ഐ മെയ്ഡ് ദം ഇൻ ജസ്റ്റ്. ഞാനിതെല്ലാം ഒരു വിനോദത്തിനോ തമാശയ്ക്കോ വേണ്ടി ഉണ്ടാക്കിയതാണോ? ഇത് ഏതിൽ നിന്നുമുള്ള ഒരു വരിയാണ് എന്നാണ്. ദ ഖുറാൻ. KORAN എന്ന് എഴുതാം, അല്ലെങ്കിൽ QURAN, ഈ രണ്ട് രീതിയിലും എഴുതാം. അടുത്ത, ഡാഷ് ഈസ് എ ഗെയിം ഓഫ് കാർഡ്സ്. ഇത് ഒരു തരം ചീട്ട് കളിയാണ്. എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിനക്കിൾ. PINOCHLE, പിനക്കിൾ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ യൂസ്ഡ് ദ ഫ്രേസ് ദേവൂസ് അബ്സ്കോണ്ടിറ്റസ്? ദേവൂസ് അബ്സ്കോണ്ടിറ്റസ് എന്നുള്ള ഈ പദം ആരാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അപ്പോൾ ക്രിസ്ത്യൻ അപ്പോസ്റ്റലും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞനുമായ മാത്തമാറ്റീഷ്യനും ഒക്കെ ആയ ബ്ലേസ് പാസ്കലാണ് ദൈവത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. PLAISE, ബ്ലേസ് പാസ്കൽ. അടുത്ത്, ഡാഷ് വാസ് ഷ്രിങ്കിങ് ബിഫോർ മൈ ഐസ് ലൈക്ക് എ ഡിഫ്ലേറ്റിംഗ് ഫുട്ബോൾ. ഈ സംഭവം എൻ്റെ മുമ്പിൽ ഒരു കാറ്റൊഴിഞ്ഞ ഫുട്ബോൾ പോലെ താഴുകയായിരുന്നു, ചുരുങ്ങുകയായിരുന്നു. എന്ത് എന്നാണ്? ദ ഫ്രോഗ്. ആ തവളയാണ്, ആ ചാറൂറ്റി കുടിക്കുന്ന ജീവി. അതിൻ്റെ ചാറൂറ്റി കുടിച്ചപ്പോൾ അത് എന്തായിരുന്നു ഷ്രിങ്ക് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ദ ഫ്രോഗ്. അടുത്ത, പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ് ലിറ്ററേച്ചർ കോൾഡ്. പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് എന്ന് പറയുന്ന ഈ പാഠം സാഹിത്യത്തിൻ്റെ ഏത് ശാഖയിൽ പെട്ടതാണ് എന്നാണ്. നേച്ചുറലിസ്റ്റിക് ക്ലാസിക്, അതായത് പ്രകൃതി വിവരണം. അതാണ് നേച്ചുറലിസ്റ്റിക് ക്ലാസിക്. നിങ്ങൾ ഇൻട്രൊഡക്ഷനിലുണ്ട്, വായിച്ചാൽ.
അടുത്തത് 10ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആനി ഡില്ലാർഡ് വൺ ദ പുലിറ്റ്സർ പ്രൈസ് ഫോർ ഹർ വർക്ക്. ഏത് കൃതിക്കാണ് ആനി ഡില്ലാർഡിന് പുലിറ്റ്സർ പ്രൈസ്, അമേരിക്കയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ്, സാഹിത്യത്തിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്? അത് പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് എന്നുള്ള കൃതിക്കാണ്. പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക്, അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്കിവിടെ പഠിക്കാനുള്ളത്. അടുത്ത നമ്മൾ ഷോർട്ട് ആൻസേഴ്സാണ്, ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു 7 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 1 or 2 സെൻറ്റൻസസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സൈറ്റ് ദാറ്റ് കണ്ടിന്യൂസ് ടു അമ്യൂസ് ഡില്ലാർഡ്? ഡില്ലാർഡിനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്ന ആ ദൃശ്യം, കാഴ്ച എന്തായിരുന്നു? ആൻസർ, ഫ്രോഗ്സ് ലീപ്പിംഗ് ഇൻ ടു ദ വാട്ടർ ഫ്രം ഇൻവിസിബിൾ പൊസിഷൻസ് ഇൻ പാനിക് വെൻ ദേ നോട്ടീസ് സംബഡീസ് അപ്രോച്ച് ഈസ് ദ സൈറ്റ് ദാറ്റ് കണ്ടിന്യൂസ് ടു അമ്യൂസ് ഡില്ലാർഡ്. അതായത് ഫ്രോഗ്സ് ലീപ്പിംഗ് ഇൻ ടു ദ വാട്ടർ ഫ്രം ഇൻവിസിബിൾ പൊസിഷൻസ്. കാണാത്ത സ്ഥലങ്ങളിൽ നിന്നും തവളകൾ പേടിയോടെ വെള്ളത്തിലേക്ക് ചാടുന്ന ആ കാഴ്ചയാണ് ആനി ഡില്ലാർഡിനെ വിനോദിപ്പിച്ചത് എന്നാണ് ആൻസർ. അടുത്തത്, ഹൗ ഡസ് ദ ജയൻറ്റ് വാട്ടർ ബഗ് അറ്റാക്ക് ദ ഫ്രോഗ്? എങ്ങനെയാണ് ആ ഭീമാകാരനായ ജലജീവി തവളയെ ആക്രമിച്ചത്? ദ ജയൻറ്റ് വാട്ടർ ബഗ് ക്യാച്ചസ് ദ ഫ്രോഗ് വിത്ത് സ്ട്രോങ് ലെഗ്സ്. അതിൻ്റെ ശക്തമായ കാലുകൾ കൊണ്ട് തവളയെ പിടിച്ചു. ഹഗ്സ് ഇറ്റ് ടൈറ്റ്, ചേർത്ത് പിടിക്കുന്നു. ആൻഡ് പാരലൈസസ് ഇറ്റ് വിത്ത് എൻസൈംസ് ഇഞ്ചക്റ്റഡ് ഡ്യൂറിങ് എ വിഷ്യസ് ബൈറ്റ്. എന്നിട്ട് അതിനെ തളർത്തുകയാണ് വളരെ ക്രൂരമായ ഒരു കടിയോടുകൂടി. എന്നിട്ട് അതിൻ്റെ ചില എൻസൈമുകൾ, പ്രത്യേക ദ്രാവകങ്ങൾ അതിൻ്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നു. വിത്ത് എ വിഷ്യസ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ ക്രൂരമായ ഒരു കടി കൊണ്ട്. ദ പോയ്സൺ ഡിസോൾവ്സ് ദ വിക്ടിംസ് മസിൽസ്, ബോൺസ് ആൻഡ് ഓർഗാൻസ്. അങ്ങനെ ആ ഇരയുടെ മസിലുകളും ബോണുകളും എല്ലുകളും അതേപോലെ മറ്റവയവങ്ങളെല്ലാം തന്നെ അലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ആ വിഷം കൊണ്ട്. ദെൻ ദ ബഗ് സക്സ് ഔട്ട് ദ ഫ്രോഗ്സ് ബോഡി റെഡ്യൂസ് ടു എ ജ്യൂസ്. പിന്നെ ആ ജലജീവി, ആ പ്രാണി തവളയുടെ ശരീരത്തിൽ നിന്നും നീര് ഊറ്റി കുടിക്കുന്നു. എന്ന് ജ്യൂസ് പോലെയുള്ള ഒരു സാധനമാക്കി അത് വലിച്ചു കുടിക്കുന്നു. ഇങ്ങനെയാണ് ആ വാട്ടർ ബഗ് തവളയെ ആക്രമിച്ചത്. അടുത്ത, വാട്ട് ഈസ് ദ യൂഷ്വൽ മെത്തേഡ് ഓഫ് ഡിവോറിങ് ദെയർ പ്രേ ബൈ കാർണിവറസ് ആനിമൽസ്? സാധാരണയായി എങ്ങനെയാണ് ഈ കാർണിവറസ് ആനിമൽസ് അതിൻ്റെ ഇരയെ വിഴുങ്ങുന്നത്? ഡിവോർ ചെയ്യാന്ന് പറഞ്ഞാൽ വിഴുങ്ങാം, ഡിവോർ. പ്രേ, ഇര, നിങ്ങൾക്കറിയാം. കാർണിവറസ് എന്ന് പറഞ്ഞാൽ ഫ്ലഷ് ഈറ്റിംഗ്, മാംസഭോജികളായ മൃഗങ്ങളെ എങ്ങനെയാണ് സാധാരണ ഇര പിടിക്കുന്നത് എന്നാണ് ചോദ്യം. ദ യൂഷ്വൽ മെത്തേഡ് ഓഫ് കാർണിവറസ് ആനിമൽസ് ഈസ് സബ്ഡ്യൂയിങ് ദെയർ പ്രേ ബൈ ഡൗണിങ് ഓർ ഗ്രാസ്പിംഗ് ഇറ്റ് ആൻഡ് ദെൻ ഈറ്റിംഗ് ഇറ്റ് ഓൾ. സാധാരണ രീതിയിൽ അവയുടെ ഇരയെ കീഴ്പ്പെടുത്തുന്നു. സബ്ഡ്യൂയിങ് ദെയർ പ്രേ ബൈ ഡൗണിങ് ഓർ ഗ്രാസ്പിംഗ്, അതിനെ നിലത്ത് വീഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുറുകെ പിടിച്ചുകൊണ്ട്. ആൻഡ് ദെൻ ഈറ്റിംഗ് ഇറ്റ് ഓൾ, എന്നിട്ട് ഒന്നിച്ച് തിന്നുകയോ അല്ലെങ്കിൽ ഓർ ഇൻ എ സീരീസ് ഓഫ് ബൈറ്റിംഗ്, അല്ലെങ്കിൽ അതിനെ കടിച്ച് തിന്നുകയാണ് സാധാരണ മാംസഭോജികളായിട്ടുള്ള മൃഗങ്ങളും മറ്റും ഇര പിടിക്കുന്നത് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷ്രിങ്കിങ് ഫ്രോഗ് കമ്പയർഡ് ടു? ഇങ്ങനെ ചുരുങ്ങി താഴേക്ക് പോകുന്ന തവളയെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ദ ഷ്രിങ്കിങ് ഫ്രോഗ് ഈസ് കമ്പയർഡ് ടു എ ഡിഫ്ലേറ്റിംഗ് ഫുട്ബോൾ. ആൻസർ വളരെ സിമ്പിളാണ്. ആ താണു പോകുന്ന തവളയെ കാറ്റ് പോകുന്ന ഒരു ബലൂണായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ദ ഷ്രിങ്കിങ് ഫ്രോഗ് ഈസ് കമ്പയർഡ് ടു എ ഡിഫ്ലേറ്റിംഗ് ഫുട്ബോൾ. കാറ്റ് പോകുന്ന ഒരു ഫുട്ബോൾ ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. വാട്ട് ഈസ് പാസ്കൽസ് ഒബ്സർവേഷൻ അബൌട്ട് ഗോഡ്? ദൈവത്തെക്കുറിച്ച് പാസ്കലിൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിരീക്ഷണം എന്താണ്? പാസ്കൽസ് ഒബ്സർവേഷൻ അബൌട്ട് ഗോഡ് ഈസ് ദാറ്റ് ഹീസ് ദേവൂസ് അബ്സ്കോണ്ടിറ്റസ്. ലാറ്റിൻ പദമാണ്. പാസ്കൽ പറഞ്ഞിരിക്കുന്നത് ദൈവം ഒളിഞ്ഞിരിക്കുന്നു എന്നാണ്. ഒളിഞ്ഞിരിക്കുന്ന ദൈവം അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ദൈവം, ഹിഡൻ ഗോഡ്, ദേവൂസ് അബ്സ്കോണ്ടിറ്റസ് എന്ന് പറയുന്നത്. അബ്സ്കോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓടുക എന്നാണ്. അടുത്ത, വാട്ട് ഈസ് ഐൻസ്റ്റീൻസ് കൺസെപ്റ്റ് ഓഫ് ഗോഡ് ആൻഡ് നേച്ചർ? ഐൻസ്റ്റീന് ദൈവത്തെക്കുറിച്ചുള്ള
ചിന്ത എന്തായിരുന്നു, അതുപോലെ പ്രകൃതിയെക്കുറിച്ചും. ഐൻസ്റ്റീൻസ് കൺസെപ്റ്റ് ഈസ് ദാറ്റ് ഗോഡ് ഈസ് സട്ടിൽ. ഐൻസ്റ്റീൻ പറയുന്നത് ദൈവം വളരെ കാണാൻ കഴിയാത്ത, ദൈവത്തെ നമുക്ക് കാണാൻ കഴിയില്ല, നിഗൂഢമാണ് ദൈവത്തിൻ്റെ മാർഗങ്ങളെല്ലാം, ബട്ട് നോട്ട് മാലീഷ്യസ്. എന്നാൽ ആ ദൈവം ഒരിക്കലും ക്രൂരനല്ല എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. മാലീഷ്യസ് എന്ന് പറഞ്ഞാൽ ക്രൂവൽ, CRUEL, ക്രൂവൽ. ഹീ തിങ്സ് നേച്ചർ കൺസീൽസ് ഹെർ മിസ്റ്ററി ബൈ മീൻസ് ഓഫ് ഹെർ എസെൻഷ്യൽ ഗ്രാൻഡർ. പ്രകൃതി അതിൻ്റെ നിഗൂഢതകളെല്ലാം അതിൻ്റെ അടിസ്ഥാനപരമായ മഹത്വം കൊണ്ട് മറച്ചു വെക്കുകയാണ്. നോട്ട് ബൈ ഹെർ കണ്ണിങ്. പ്രകൃതി അതിൻ്റെ നിഗൂഢതകളെ അതിൻ്റെ മഹത്വത്തിലൂടെയാണ് മറച്ചു വെക്കുന്നത്, അല്ലാതെ സൂത്രത്തിലൂടെയല്ല എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. നോട്ട് ബൈ ഹെർ കണ്ണിങ്. ഗ്രാൻഡർ എന്ന് പറഞ്ഞാൽ മഹിമ, ഗ്ലോറി എന്ന് പറഞ്ഞാൽ കണ്ണിങ് എന്ന് പറഞ്ഞാൽ സൂത്രം. അടുത്ത, വാട്ട് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദ ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ് ഈസ് അപ്രീഷിയേറ്റഡ് ബൈ ഡില്ലാഡ്. ഡില്ലാഡ് ദൈവത്തിൻ്റെ ഏത് ചോദ്യത്തെയാണ് വളരെ സന്തോഷത്തോടെ കാണുന്നത്, അപ്രീഷിയേറ്റ് ചെയ്യുന്നത്? ദ ക്വസ്റ്റ്യൻ ഡില്ലാഡ് അപ്രീഷിയേറ്റഡ് ഈസ് ദ വൺ ആസ്ക്ഡ് ബൈ അള്ളാ ഇൻ ദ ഖുറാൻ. ഖുറാനിൽ അള്ളാഹ് ചോദിച്ചിരിക്കുന്ന ആ ചോദ്യം ആണ് ഡില്ലാഡ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, ക്രിയേറ്റർ ചോദിച്ചിരിക്കുന്നത്. എന്താണത്? ഡു യു തിങ്ക് ഐ മെയ്ഡ് ദ ഹെവൻ ആൻഡ് ദ എർത്ത് ആൻഡ് ഓൾ ഇൻ ബിറ്റ്വീൻ ഇൻ ജസ്റ്റ്. ഞാൻ ഈ സ്വർഗവും ഭൂമിയും ഉണ്ടാക്കിയതും, സ്വർഗവും ഭൂമിയും മാത്രമല്ല അതിനിടയിലുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് തമാശയ്ക്കാണോ എന്ന് നീ കരുതുന്നുണ്ടോ എന്നുള്ള ഈ ചോദ്യത്തെയാണ് ആനി ഡില്ലാഡ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും പുസ്തകം മേടിച്ചിട്ടുണ്ടാവും. എക്സാം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ UGC തീരുമാനമൊന്നും എടുത്തില്ല എന്നുള്ളതാണ് നിങ്ങൾ വിവരം അറിയുന്നത്. എക്സാം എന്തായാലും ഉണ്ടാവും. UGC അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തതുകൊണ്ട് ഉണ്ടാവും എന്നാണ് നമ്മൾ കാണേണ്ടത്. ആരും തന്നെ അതൊന്നും വിചാരിച്ച് പഠിക്കാതിരിക്കേണ്ട. ഇങ്ങനെ പഠിച്ചാലേ നമ്മൾ ഡിഗ്രീൻ്റെ ആ പഠനം പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണമെന്നുള്ള ഒരു റിക്വസ്റ്റോടുകൂടി നമ്മൾ നിർത്തുക.